ലൈംഗിക അതിക്രമ കേസുകളിൽ ജഡ്ജിമാർക്ക് ദേശീയ ജുഡീഷ്യൽ അക്കാദമിയുടെ മാർഗനിർദ്ദേശം. വിധിന്യായത്തിലെ നിഗമനങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം. ഇരയുടെ പെരുമാറ്റവും സ്വഭാവവും മുൻവിധിയോടുകൂടി വിലയിരുത്തരുത്. നിയമത്തിലെ നിർവചനങ്ങളും പദങ്ങളും ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണം. പഴയകാല ധാർമ്മികത വിധിന്യായത്തിൽ പ്രതിഫലിപ്പിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാമി, അടുത്ത കാലത്ത് കോടതികളിൽ നിന്ന് പല വിധികൾ, അതോടൊപ്പം ചില പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഇരകളുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ജുഡീഷ്യൽ അക്കാദമി ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്? എന്തൊക്കെയാണവ? ഷിയാസ്, കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിവാദ വിധിന്യായം ഈ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഇക്കാര്യത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി സുപ്രീം കോടതി ജസ്റ്റിസ് അനിരുദ്ധ ബോസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു കമ്മിറ്റിക്ക്, വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകിയത്. ഈ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് സുപ്രീം കോടതി തന്നെ പുറത്തുവിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട അത്തരം കേസുകളിൽ വാദം കേൾക്കുന്ന അല്ലെങ്കിൽ വിധി തയ്യാറാക്കുന്ന ജഡ്ജിമാർക്ക് വേണ്ടിയാണ് ദേശീയ ജുഡീഷ്യൽ അക്കാദമി മാർഗനിർദ്ദേശം തയ്യാറാക്കുന്നത്. വിധിന്യായത്തിലെ നിഗമനങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം. ഇരയുടെ പെരുമാറ്റവും സ്വഭാവവും മുൻവിധിയോടെ വിലയിരുത്തരുത്. അനുമാനങ്ങളും വ്യക്തിപരമായ ധാർമ്മിക കാഴ്ചപ്പാടുകളും വിധിന്യായത്തിൽ പാടില്ല. നിയമത്തിലെ നിർവചനങ്ങളും പദങ്ങളും ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണം. പഴയകാല ധാർമ്മികത വിധിന്യായത്തിൽ പ്രതിഫലിപ്പിക്കരുത്. പുരുഷാധിപത്യ ചിന്താഗതികളുടെ പ്രതിഫലനവും വിധിന്യായത്തിൽ പാടില്ല. വ്യക്തിയുടെ ആത്മാഭിമാനത്തിനും വ്യക്തികളുടെ സ്വയംഭരണത്തിനും മുൻഗണന നൽകണം. ഇരകളുടെ മാനസികാഘാതം തിരിച്ചറിഞ്ഞുള്ള ഭാഷയായിരിക്കണം വിധിന്യായത്തിൽ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല, ഇരയുടെ പെരുമാറ്റം ഇങ്ങനെയാവണം എന്ന മുൻവിധി പാടില്ല, ജഡ്ജിമാർക്ക് പാടില്ല എന്ന നിർദ്ദേശവും കൂടി ഇതിലൂടെ നൽകുന്നുണ്ട്, ഈ റിപ്പോർട്ടിലൂടെ നൽകുന്നുണ്ട്. വിധിന്യായങ്ങളിലെ ഭാഷ എന്നത് മാന്യവും ലിംഗസമത്വപരവും ആയിരിക്കണം. ഇരകളും സാക്ഷികളും ദിവസം മുഴുവൻ കോടതി വരാന്തയിൽ കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ കാത്തുനിൽക്കേണ്ടി വരരുത് എന്നതാണ് ഇത് ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. മാത്രമല്ല, ഇരകൾക്ക് നിയമസഹായവും സർക്കാരിന്റെ സാമ്പത്തിക സഹായവും ഉറപ്പാക്കണം. ക്രോസ് വിസ്താരത്തിൽ ഇരകളുടെ വ്യക്തിപരമായ ലൈംഗിക ചരിത്രം ചോദ്യം ചെയ്യപ്പെടരുത്. അപ്രസക്തമായ ചോദ്യങ്ങളിൽ നിന്ന് ഇരകളെ കോടതി തന്നെ സംരക്ഷിക്കുകയും വേണം. ക്രോസ് വിസ്താരത്തിലേക്ക് പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമ കേസുകളിൽ വിചാരണ അടച്ചിട്ട കോടതി മുറികളിൽ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി ഈ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇരകൾക്ക്, അതിജീവിതർക്ക് ഭയമില്ലാതെ മൊഴി നൽകാൻ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്താം എന്ന കാര്യവും കൂടി നടപടിക്രമങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശവും കൂടി നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. ശരി ശ്യാം, വളരെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജുഡീഷ്യൽ അക്കാദമി ജഡ്ജിമാർക്ക് നൽകുന്നത്. ഇതെല്ലാം കോടതിക്കുള്ളിൽ ജഡ്ജിമാർ പാലിക്കും എന്ന് തന്നെ കരുതുകയാണ്.